കുഴപ്പമൊന്നുമില്ല. ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 9:30 എപ്പോഴാണ് കേട്ടോ ഞാൻ എഴുന്നേറ്റത്. ഇന്നലെ ഏട്ടന് നൈറ്റായിരുന്നു. അപ്പം ഏട്ടൻ വെളുപ്പിന് 4 മണിക്ക് വന്നു. എന്നിട്ട് ഞങ്ങൾ 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഏട്ടന് 11 മണിയാകുമ്പോൾ പോകണം. അപ്പം ഞാൻ ശരിക്കും ഇന്നലെ മാവിനെ കരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ദോശമാവിന്. അപ്പം ഏട്ടൻ പറഞ്ഞു ഇനിയിപ്പം ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ എഴുന്നേൽക്കണമല്ലോ. അതായത് ഏട്ടന് 10:45 ആകുമ്പോഴത്തേക്കും പോകണം എന്നുണ്ടെങ്കിൽ ഞാനൊരു 8:30-9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എഴുന്നേൽക്കണം. അപ്പം നമ്മൾ 5 മണിക്കല്ലേ ഉറങ്ങിയത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഏട്ടൻ ഹോട്ടലിൽ പോയിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ രാവിലെ ഏട്ടന് ഒന്നും ഉണ്ടാക്കണില്ല. അപ്പം ഞാൻ എഴുന്നേറ്റ് ഉടനെ തന്നെ ഞാൻ 9:30 എഴുന്നേറ്റു. 10 മണിയാകുമ്പോൾ ഏട്ടനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഏട്ടൻ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് തന്നെ നമുക്ക് ഏട്ടൻ്റെ യൂണിഫോം ഒന്ന് തേച്ച് വയ്ക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ കുളിക്കാൻ പോകുന്ന സമയത്ത് ഒരു ചായ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ദോശയൊക്കെ പിന്നെ ഏട്ടൻ പോയതിന് ശേഷം എനിക്ക് പയ്യെ ഉണ്ടാക്കിയാൽ മതി. ഇങ്ങനെ അവർക്ക് ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കിട്ടുന്നതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു പെട്ടെന്നൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ, അവിടെ പോയി കഴിക്കാം. അപ്പം അല്ലെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് പിന്നെ എഴുന്നേക്കാൻ നിൽക്കണം. ഉറക്കം ശരിയായില്ലെങ്കിൽ എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിക്കും. അപ്പോൾ ഞാൻ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾക്ക് തേക്കാനുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ തേച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഏട്ടനെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം. അപ്പോൾ ഇന്ന് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഫസ്റ്റ് എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്. ഒരു ബിൽഡിങ് മിക്കവാറും അവിടെ വരുമായിരിക്കും. പിന്നെ ആകാശത്തോട്ട് നോക്കിയപ്പോഴാണെങ്കിൽ ഇങ്ങനെ ഫുൾ ഇരുണ്ട് കിടക്കണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ രാവിലെ ഇരുണ്ട് കിടന്നു കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചെറിയ രീതിയിൽ മഴ ചാറിയിട്ടുണ്ടായിരുന്നു. ഇന്നിനി ചാറുമെന്നൊന്നും അറിയില്ല. എന്തായാലും നന്നായിട്ട് മൂടിയാണ് അന്തരീക്ഷം കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി നമ്മൾ കഴിച്ച പാത്രങ്ങൾ കഴുകിയിട്ട് വെള്ളം തോരാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചേക്കണമായിരുന്നു. ഇനിയിപ്പം നമുക്ക് അങ്ങനത്തെ ഒരു സ്റ്റാൻഡൊക്കെ മേടിക്കണം. ഇതിപ്പം ഞാൻ അവിടുത്തെ ആ ഒരു തുണിയിലേക്ക് വെള്ളം ആഴ്ന്ന് ഇങ്ങനെ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മേളിലേ ആണ് ഞാൻ പാത്രം വെക്കാറ്. അപ്പോൾ ആ തുണി ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ആ തുണിക്കൊരു മണം വരണുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ഓൺലൈനിലൊക്കെ നോക്കിയിട്ട് നമുക്ക് അങ്ങനെ വെള്ളം വാരാൻ വെക്കുന്ന ഒരു സ്റ്റാൻഡൊക്കെ ഇല്ലേ, ആ സ്റ്റാൻഡൊക്കെ ഒന്ന് മേടിക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ തുണീൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞ് ഉണക്കാനിടാം എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് പിഴിഞ്ഞ സമയത്ത് എനിക്ക് നല്ല രീതിക്ക് ഒരു വൃത്തികെട്ട മണം എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ആ ഒരു 2 സെറ്റ്, എപ്പോഴും 2 ഇതുപോലത്തെ തുണിയാണ് ഞാൻ അടുക്കളയിൽ വെക്കാറുള്ളത്. അപ്പം അത് അലക്കാനിട്ടിട്ട് വേറെ പുതിയത് എടുത്തുകൊണ്ട് വന്നത്. ഈ കൊണ്ടുവന്നിരിക്കുന്ന പാത്രം ഞാൻ ഇന്നലെ എന്തുണ്ടാക്കിയതാ, ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് രാത്രി കഴിച്ചിട്ട് പിന്നെ ഞാൻ കഴുകിയില്ല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇവിടുത്തെ ഈ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതങ്ങ് പൊങ്ങി വരണില്ല. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നമുക്ക് തേക്കാം. എന്ത് ചെയ്താലും അതങ്ങോട്ട് എനിക്ക് ശരിയാവണില്ല. പിന്നെ നമ്മുടെ ഗാർബേജിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടു. പിന്നെ അതൊന്ന് ഉണക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ തക്കാളിച്ചോറ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യുന്ന സമയം വരെ ഞാൻ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ അങ്ങനെ വെക്കാറില്ല, പ്രത്യേകിച്ചും ഇവിടെ. കാരണം ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ സാധനങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഉറുമ്പല്ല, ഇവിടെ പാറ്റയാ വരാം. നമ്മൾ എത്ര മധുരമുള്ള സാധനം തുറന്ന് വെച്ചിട്ട് പോയാലും ഞാൻ ഇതുവരെ, ഇപ്പോൾ ഒരു 4 വർഷത്തോളമായി, ഇതുവരെ ഞാൻ ഒരു ഉറുമ്പിനെ പോലും ഇവിടെ കണ്ടിട്ടില്ല. പക്ഷെ പാറ്റ ഇതുവരെ വന്നിട്ടില്ല. മറ്റേ ബാത്റൂമിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാറ്റേനെ കണ്ടു. അപ്പോൾ തന്നെ ഞാൻ കൊണ്ടുപോയി പാറ്റ ഗുളിക വെച്ചിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ പോയ സമയത്തൊക്കെ ഞാൻ നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ ഇടയിലൊക്കെ താഴത്ത് പാറ്റ ഗുളിക ഇട്ടിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അതുകൊണ്ട് പാറ്റയൊന്നും ഇതുവരെ അടുക്കളയിലോട്ട് വന്നിട്ടില്ല. സാധാരണ രീതിയിൽ നമ്മൾ ഇവിടെയൊക്കെ എവിടെ കുക്ക് ചെയ്യുന്നു ആ കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു പാറ്റ നിർബന്ധമാണെന്ന് പറയുന്ന പോലെയാണ്. ഇവിടെ എന്തോ ഭാഗ്യത്തിന് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ വെക്കാറില്ല. പക്ഷെ ഇന്നലെ ഓൾറെഡി എനിക്ക് അങ്ങനത്തെ നൈറ്റ് ഡ്യൂട്ടി ആകുമ്പം എന്തോ എനിക്കിഷ്ടമല്ല ആ സമയം. അപ്പം അങ്ങനെ ഈ പ്രാന്ത് പിടിച്ചിരുന്നുകൊണ്ട് പിന്നെ വലിയ കാര്യമായിട്ട് ഇന്നലെ വേറൊന്നും ചെയ്തൊന്നുമില്ല. അതുകൊണ്ടാണ് കഴിച്ചുടൻ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പം പാറ്റ ഗുളികയൊക്കെ ഇവിടെ എഫക്റ്റീവാണ് കേട്ടോ. പാറ്റ ഗുളിക ഇടുന്നതുകൊണ്ടാണോ അതോ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അടുക്കള ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണോ ഇനിയിപ്പം പാറ്റ വരാത്തതെന്നൊന്നും അറിയില്ല. പിന്നെ വേറൊരു സൂത്രപ്പണി കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അതൊന്നും കൂടെ ഒക്കെ ഒന്ന് നോക്കിയിട്ട് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതലേ താഴത്തെ നിലയിൽ നിന്നൊക്കെ എപ്പോഴെപ്പോഴും ഇങ്ങനെ നമ്മുടെ ഫയർ അലാം ഇല്ലേ, അതവർ ശരിയാക്കണതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ജസ്റ്റ് കേൾക്കും നിൽക്കും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഏട്ടൻ കുളിക്കാൻ
എഴുന്നേറ്റ് കുളിക്കാൻ പോയപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഏട്ടനുള്ള ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്കിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നില്ല, കാരണം ഞാനിനിയിപ്പം ചായ കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ദോശ കഴിക്കും, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചായയും കൂടെ വേണ്ടി വരും. അപ്പം ചായയുടെ എണ്ണം കൂടുമല്ലോ. നമ്മളങ്ങനെ എപ്പോഴും ചായ കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഇനിയിപ്പം ഏട്ടൻ പോയി കഴിയുമ്പോൾ ഞാൻ എന്തായാലും ദോശ ചുടും. അപ്പം നമുക്ക് ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഏട്ടൻ ചായയിലിപ്പം ഒരു 1-2 ആഴ്ചയായിട്ട് പഞ്ചസാര യൂസ് ആക്കുന്നില്ല കേട്ടോ. ഞാൻ എത്ര ശ്രമിച്ചിട്ട് എനിക്ക് പഞ്ചസാര അവോയ്ഡ് ചെയ്യാൻ പറ്റണില്ല. അപ്പം ഏട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. ഇനി ഹോട്ടലിൽ പോയിട്ട് കഴിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പം ഇനി എനിക്ക് വീട്ടിലോട്ടൊന്ന് വിളിച്ചിട്ട് ദോശമാവ് ഇരിക്കുന്നുണ്ട്. നല്ല രീതിക്ക് അത് പൊങ്ങിയിട്ടൊന്നുമില്ല. അപ്പം ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതുണ്ടാക്കുക. ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ദോശ കഴിക്കണം. ഇപ്പം എന്ത് ചെയ്യുക, അവിടെ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, അവിടെ പണി നടക്കുന്നത് കൊണ്ട് ഇപ്പം കുറച്ച് ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു. അവിടെ പൊളിക്കുകയായിരുന്നു, എന്തൊക്കെയോ ചെറിയ ചെറിയ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊളിക്കുകയായിരുന്നു. അപ്പോൾ വന്ന സമയത്ത് അവിടെ നിന്ന് ഒച്ചപ്പാട് ബഹളം ഉണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് നിശബ്ദതയായിരുന്നു. ഇപ്പോൾ അവിടെ പിന്നെ പുതിയ ഏതോ ബിൽഡിങ് വരാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇതുകൊണ്ട് സ്റ്റാർട്ടാക്കി കഴിഞ്ഞ ഒരു 1-2 മാസത്തിനുള്ളിൽ അവിടെ ആ ഒരു ബിൽഡിംഗ് ഒക്കെ വന്നോളും. അപ്പം ഇപ്പം കുറച്ച് ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒച്ച കേൾക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അല്ലെങ്കിൽ ഭയങ്കര ഒരു മൂക അവസ്ഥയായിരിക്കും. എനിക്ക് അങ്ങനെ ഇരിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എന്തെങ്കിലുമൊക്കെ ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരിക്കണം. TV ആണെങ്കിലും നമ്മൾ എത്ര നേരം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നിപ്പം വേറെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് രാത്രി ഉച്ചക്കലത്തേക്കും കൂടി ആക്കിയിട്ട് ഫുഡ് ഫ്രൈഡ് റൈസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണേ. പിന്നെ ഒന്ന് അടിച്ചിടാനൊക്കെ ഉണ്ട്, അലക്കാനുണ്ട്. പിന്നെ നാളത്തേക്കുള്ള വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്തിടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വലിയ ഈ അപ്ലോഡും ഇതെന്നൊക്കെ പറയുമ്പം വലിയ സംഭവമൊന്നുമില്ല കേട്ടോ. എന്താണ്, എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടി ഞാൻ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നു. ചില സമയത്ത് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര ഡൗൺ ആയി പോവും. കാരണം പക്ഷേ എന്നെയാണ് കുറ്റം പറയേണ്ടത് കേട്ടോ. കാരണം ഞാനങ്ങനെ എന്താ പറയുക, ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നണം, കണ്ടിന്യൂസ് ആയിട്ട് ഞാനിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ വന്ന് എനിക്ക് മടി പിടിച്ചിട്ട് ഞാൻ വീഡിയോ ഇടാതിരിക്കും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുക. ഹാർഡ് വർക്ക് പേ ഓഫ് എന്ന് പറയില്ല, അതേപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇന്നലെ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അപ്പോൾ അതാണ് ഞാൻ ഇന്നത് പറയാൻ കാരണം. ഇന്നലെ ഞാനിട്ട വീഡിയോസിനൊന്നും എനിക്ക് തീരെ വ്യൂസ് കിട്ടണ്ടായിരുന്നില്ല. അതിന് മുന്നേ അത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ എനിക്ക് നല്ല സങ്കടമായിരുന്നു. ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് എന്താ കിട്ടാത്തേന്ന്. പക്ഷെ അങ്ങനെ മടി പിടിച്ച് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ ഇടണം. അപ്പം ഇത് കാണുന്ന കുഞ്ഞു കുഞ്ഞു യൂട്യൂബേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, എനിക്കറിയില്ല കാണുമില്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല, കാണുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. എന്തായാലും ഒരിക്കൽ നമ്മൾക്കും റിസൾട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് വീട്ടിലെ പപ്പേനെ ഒന്ന് വിളിച്ചിട്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പം 10:45, ഞാൻ 9:45 ഇപ്പോൾ എഴുന്നേറ്റതാണ്. ഒന്നും കഴിച്ചിട്ടില്ല, ഞാൻ പച്ചവെള്ളം പോലും കുടിച്ചില്ല. അതുകൊണ്ട് വയറിൽ നിന്നൊക്കെ ഇങ്ങനെ ഗുളി ശബ്ദങ്ങളൊക്കെ കേട്ടു തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലോട്ടേക്ക് വിളിച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. എൻ്റെ പൊന്നോ, ഇപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. തക്കാളി ഇല്ല, തേങ്ങയും ഇല്ല. ഈ 2 സാധനങ്ങൾ വെച്ചിട്ടാണല്ലോ ചമ്മന്തി ഉണ്ടാക്കാറ്. അപ്പോൾ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞപ്പം ഉണ്ട് നമ്മുടെ പൈനാപ്പിൾ ജാം ഉണ്ട്. ഇതുവരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാത്തൊരു കോമ്പിനേഷനാണ് ദോശ വിത്ത് ജാം. ചപ്പാത്തിയും ജാമൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കടയിൽ പോകാൻ എനിക്ക് വയ്യ. പക്ഷേ ഞാൻ എൻ്റെ ഓർമ്മയിൽ ഒരു തക്കാളി ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടെന്നുള്ളൊരു ഓർമ്മയിലാണ് ഞാൻ ഇരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ ദിവസം നമ്മൾ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത കാര്യം ഞാൻ മറന്നുപോയി. മറ്റേ ചെറുപയർ മുളപ്പിച്ചിട്ട് നമ്മൾ സാലഡ് ഉണ്ടാക്കിയായിരുന്നു, അതിൻ്റെ കൂടെ ഇട്ടു, ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ വിചാരിക്കുകയാണ് 2 ദോശയല്ലേ, ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ നെയ്ക്ക് പകരം ഈ സാധനം പുരട്ടി റോൾ ചെയ്ത് കഴിക്കാമെന്ന്. ടേസ്റ്റ് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, ജസ്റ്റ് വിശപ്പൊന്നും നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ട് ചെയ്യാം. പിന്നെ വിശന്ന് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ 3 ആപ്പിൾ ഇരിക്കുന്നുണ്ട്, അത് വെച്ച് കഴിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ദോശ ഇടാം. അപ്പോൾ ഞാൻ എല്ലാത്തിലും കൂടി പുഴണില്ല കേട്ടോ. എനിക്കൊരു
2 ദോശ മതിയല്ലോ. അപ്പം ആ 2 ദോശയ്ക്ക് വേണ്ടി മാത്രമുള്ളത് ഞാൻ ഒന്നെടുത്തിട്ട് പൊങ്ങാത്തത് കൊണ്ടേ ഒരു സുഖമില്ല. കുറേ ആൾക്കാരൊക്കെ നമ്മളുടെ ഇതിൻ്റെ താഴെ അങ്ങനെ വെക്കണ കാണാം, പക്ഷെ പ്രീ ഹീറ്റ് ചെയ്തിട്ടേ. പക്ഷെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് കിടക്കുക. അപ്പം അതുകൊണ്ട് അതെങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. നോക്കാം. ചൂടായി കഴിഞ്ഞാൽ പക്ഷേ പ്രശ്നം, ചൂടായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. രാവിലെ അരച്ച് വെച്ചിട്ട് രാത്രി ഫ്രിഡ്ജിലോട്ട് എടുത്ത് നോക്കാം. രാത്രി നമ്മൾ മിക്കപ്പോഴും AC ഇടാറുള്ളൂ. അതെന്തെങ്കിലും അവിടെ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് മനസ്സിന് ഒരു തൃപ്തിയില്ല. ഇതിൻ്റെ കൂടെയൊക്കെ ചമ്മന്തി തിന്ന് ശീലിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെയല്ലേ ഓരോരുത്തരും പുതിയ പുതിയ ഭക്ഷണ കോമ്പിനേഷൻസ് കണ്ടുപിടിക്കുന്നത്. ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അത് ചപ്പാത്തി അല്ലല്ലോ, നമ്മളുടെ ദോശയൊക്കെ ആക്കിയിട്ട് ഞാൻ പിന്നെ ജാമൊക്കെ ഇങ്ങോട്ട് വാരി വെതറിയിട്ടോ. ഈ മധുരം പിന്നെ എനിക്ക് എന്നും എപ്പോഴും ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ ഒട്ടും കുറച്ചില്ല, നല്ല രീതിക്ക് അങ്ങ് ചെയ്തു. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ചപ്പാത്തി പോലെയല്ലല്ലോ നമ്മുടെ ദോശ എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി പുളി ഉഴുന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി പുളിയുള്ള ഒരു സംഭവമാണല്ലോ. അതുകൊണ്ട് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് കഴിക്കുകയാണ്. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് കഴിക്കില്ല, അതേപോലൊക്കെ തന്നെ സംഭവം സെറ്റാണ്. പിള്ളേരെ കൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദോശ കഴിച്ചില്ലെങ്കിൽ അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിച്ചോളും. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. അപ്പം ഞാൻ കഴിക്കട്ടെ. ഇന്ന് രാവിലെ മുതലേ ഇടയ്ക്കിടയ്ക്ക് ഫയറെല്ലാം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ റൂമിലോട്ടേക്ക് എത്തണില്ല, താഴത്തെ ഫ്ലോറിൽ അടിക്കുന്നുണ്ട്. എന്തോ കംപ്ലൈൻറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. അടിക്കും നിൽക്കും അങ്ങനെയാണ്. അപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഫുഡ് അടി സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ഇല്ലേ, നമുക്ക് ഇന്ന് കുറച്ച് പണിയുള്ളത് നമ്മുടെ കബോർഡ് ക്ലീൻ ചെയ്യണതിൽ ഈ ഒരു 2 സെക്ഷൻ മാത്രമേ ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. ഈ താഴത്തെ ഈ സൈഡും ആ സൈഡും അലമ്പായിട്ട് കിടക്കുകയാണ്. അന്നൊരു ദിവസം സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് മടി പിടിച്ചിട്ട് നിർത്തി. ഏട്ടൻ്റെ സെക്ഷൻ മാത്രം വൃത്തിയാക്കി വെച്ചു, എൻ്റെ പകുതിക്ക് വെച്ച് ഞാൻ നിർത്തി. പക്ഷെ ഈ ഒരു ഭാഗമല്ലേ അത് ഏട്ടൻ്റെ, ഇത് എൻ്റെ, രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടുത്തെ നിയമം. അപ്പം അന്ന് ഞാൻ ക്ലീൻ ചെയ്തപ്പം ഏട്ടനെ നല്ലപോലെ അടക്കി പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണല്ലോ ഏട്ടനെക്കാട്ടിലും ഡ്രസ്സ് കൂടുതൽ. അപ്പം മടക്കി എനിക്ക് വയ്യാണ്ടായി. നേരാവണ്ണം അങ്ങ് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. പിന്നെ അന്ന് നാട്ടിൽ പോണതിൻ്റെ ബഹളത്തിൽ എല്ലാം കൂടെ വലിച്ചു വാരി ഇട്ടു. അങ്ങനെയല്ല കേട്ടോ, ഞാൻ എപ്പോഴും ഭയങ്കര സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളൊന്നുമല്ല. അത്ര അടുക്കും ചിട്ടയും ഉള്ള ആളൊന്നുമല്ല കേട്ടോ ഞാൻ. എനിക്ക് എൻ്റെ മൂഡൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഇരിക്കുക. ചിലപ്പം നല്ല പോലെ അടുക്കി പെറുക്കിയൊക്കെ വെക്കും, ചിലപ്പോൾ അതൊക്കെ പിന്നെ അലങ്കോലാവും. അങ്ങനെയുള്ളൊരു ജീവിതമാണ്. അലങ്കോലായിട്ട് ഇടും, എന്നിട്ടൊരു സുപ്രഭാതത്തിൽ അടുക്കി പെറുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം വരുമ്പോൾ അതൊക്കെ അടുക്കി പെറുക്കും, പിന്നെയും അലങ്കോലാക്കും, അടുക്കി പെറുക്കും, അങ്ങനെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് തുണി അലക്കാൻ വേണ്ടിയിട്ട് ഇടണം. അത് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സംഭവം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്നാണ്. എത്രത്തോളം ഞാൻ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിക്കും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടോ മര്യാദയ്ക്ക് ഇട്ട് കഴിഞ്ഞ് കഷ്ടപ്പാട് വല്ലതും ഉണ്ടോ എന്ന്. ശരിയാണ്. അപ്പം നോക്കട്ടെ, എന്തായാലും അലക്കാനിട്ടിട്ട് നമുക്ക് അതിൻ്റെ പണികൾ തുടങ്ങാം. ഇന്ന് ചിലപ്പോൾ വൈകുന്നേരം പെയ്തപോലെ ചിലപ്പോൾ ചാറുമായിരിക്കും. ഇപ്പം മൂടി കെട്ടിയിട്ടാണ് നിൽക്കുന്നത്. നാട്ടിലൊക്കെ നല്ല ചൂടാന്ന് ഇപ്പോൾ പറയണ്ടേ. ഇവിടെ തണുപ്പൊക്കെ കുറഞ്ഞു തുടങ്ങി. ചൂടങ്ങനെ വലിയ ഭീകരമായിട്ട് വന്നിട്ടില്ല. പക്ഷെ അടുത്ത മാസം 1-ാം തീയതിയാണെന്ന് തോന്നുന്നു നമ്മൾ മറ്റേ റംസാൻ്റെ നോമ്പ് തുടങ്ങുന്നു. യൂഷ്വലി ആ സമയത്തൊക്കെ നല്ല ചൂടുണ്ടാവാറുണ്ട്. അപ്പം ചിലപ്പോൾ അടുത്ത മാസം മുതൽ രാവിലെ സമയങ്ങളിലൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ ചൂടായിരിക്കും. അറിയില്ല, ഈ തവണ തണുപ്പൊക്കെ ലേറ്റായിട്ടാണ് വന്നത്. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ചൂടും ലേറ്റായിട്ടാണോ എന്ന് അറിയാൻ പാടില്ല. അപ്പം ഞാൻ അലക്കാൻ ഇട്ടിട്ടുണ്ട്. നമുക്കിനി
നമ്മുടെ ക്ലീനിങ് പരിപാടിയിലോട്ടേക്ക് കിടക്കാം. ഞാൻ ഈ ഒരു സാധനം ഞാൻ മേടിച്ചു, എന്നിട്ട് ഇതുവരെ ഞാൻ മര്യാദയ്ക്ക് ഇത് യൂസ് ചെയ്തിട്ടില്ല. എവിടെ പോകുന്നുണ്ടെങ്കിലും ലാസ്റ്റ് റിഞ്ചിൽ ഓടി പിടിച്ചിട്ടായിരിക്കും റെഡി ആവുക. അപ്പൊ ഇതിങ്ങനെ മിനിക്കാൻ കഴിഞ്ഞ് എനിക്ക് എൻ്റെ കിട്ടുമെന്ന് തെറിയേക്കും. അതുകൊണ്ട് ഇതുവരെ മര്യാദയ്ക്ക് ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. വർക്കിംഗ് ആണ് കേട്ടോ, അല്ല വർക്കിംഗ് അല്ല, നല്ലതാണ്. ഫിലിപ്സിന്റെ സംഭവമാണ്, നല്ല രീതിക്ക് ആവുന്നുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന സമയത്ത് എൻ്റെ കസിൻ വന്നപ്പോൾ ഞങ്ങൾ എവിടെയും പോകാനിട്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഞങ്ങളുടെ മുടി ചെയ്തു കൊടുത്തു. അപ്പൊ അന്നൊക്കെ നല്ല രീതിക്ക് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ. എനിക്ക് മറ്റേ സ്ട്രെയിറ്ററിനെക്കാട്ടിലും ബ്രഷാണ് എനിക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. കുറേ ആൾക്കാർ ഫിലിപ്സിന്റെ ബ്രാൻഡ് കൊള്ളില്ല എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളുടെ ഈ 2 സംഭവങ്ങൾ കിടക്കുന്നത്. നിങ്ങൾ കണ്ടിട്ട് എന്നെ ചീത്ത വിളിക്കണ്ട. അപ്പം ഇതെല്ലാം കൂടെ ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്തോട്ടേക്ക് എടുത്തിടാം, എന്നാലാണ് മര്യാദയ്ക്കുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പണ്ട് മുതലേ ക്ലീനിങ് എന്തെങ്കിലും ചെയ്യുമ്പോൾ പാട്ട് നിർബന്ധമാണ്, എന്നാലാണ് ഒരു താളത്തിനും ഓളത്തിനും ഒക്കെ വൃത്തിയാക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ യൂട്യൂബിൽ നമ്മുടെ പഴയ പാട്ടൊക്കെ ഇട്ടിട്ട് അങ്ങ് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. ശരിക്കും ഈ ഒരു മഞ്ജു വാര്യരുടെ ആ ഒരു സമയത്തൊക്കെയുള്ള കുറേ നല്ല പാട്ടുകളില്ലേ, ഇപ്പോഴൊക്കെ വളരെ റെയറായിട്ടല്ലേ നല്ല പാട്ടുകളൊക്കെ. അപ്പം ഞാൻ ഇങ്ങനെ കേൾക്കുന്ന പാട്ടൊക്കെ ഞാൻ ഇങ്ങനെ ഒരു നോട്ട് പാഡിൽ എഴുതി വയ്ക്കും. എന്നിട്ടാണ് ഞാൻ മറ്റേ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ റീൽസ് ഇടുന്ന സമയത്ത് അങ്ങനെ പറ്റുന്ന പാട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. നല്ല അടിപൊളി പാട്ടുകളല്ലേ ആ സമയത്ത്. യെസ്, ഐ ഡിഡ് ഇറ്റ്. ഫൈനലി ഞാൻ എൻ്റെ ആ സ്ഥലമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് അലമാര ഫുൾ ഞാൻ ക്ലീൻ ചെയ്തിട്ടു. ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. അപ്പോൾ നമ്മളുടെ ആ ഒരു അടുക്കും പറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഇന്നൊരു കാര്യം ചെയ്ത് നോക്കാം. നമ്മൾ വീട്ടിലൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ കട്ടിംഗ് ബോർഡ് എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ എല്ലാവരും മരത്തിൻ്റെ കട്ടിംഗ് ബോർഡായിരിക്കും, ഇങ്ങനത്തെ ഇരിക്കും, അല്ലെങ്കിൽ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡായിരിക്കും യൂസ് ആക്കാം. അപ്പം ഈ സാധനം കണ്ട നമ്മളിങ്ങനെ ഇതിങ്ങനെ വെക്കണത് കൊണ്ട് വെള്ളം കൊണ്ടുകൊണ്ടാണ് ഇവിടെ ബ്ലാക്ക് കളർ ആയിരിക്കണം. ഈ കളറ് മാറ്റാൻ പറ്റുന്നതല്ല, പക്ഷേ ഇതിപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ യൂസ് ചെയ്തിട്ട് വെറുതെ കഴുകി വിടുന്നതല്ലേ ഉള്ളൂ. അപ്പം നമ്മൾക്ക് ചിലപ്പോൾ ഒരു മണം ഉണ്ടാവും. നമ്മൾ പച്ചക്കറി, മീൻ, ഇങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ ഇതാക്കണതായിരിക്കുമല്ലോ. അപ്പം ആ ഒരു മണം പോവാനും പിന്നെ എന്തെങ്കിലും അഴുക്കുകളും അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാനും വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു ഹാക്കുണ്ട്. അത് നമുക്കൊന്ന് ചെയ്യാം. അപ്പം ഫസ്റ്റ് തന്നെ ഇത് ഏതെങ്കിലും ഒരു സോപ്പ് വെച്ചിട്ടോ, ഞാനിപ്പം ഹാൻഡ് വാഷാണ് യൂസ് ആക്കണേ, അല്ലെങ്കിൽ നമ്മുടെ ഡിഷ് വാഷിൻ്റെ ലിക്വിഡ് ഉണ്ടാവില്ലേ, അതാണെങ്കിലും പ്രശ്നമില്ല. അത് വെച്ചിട്ട് ഫസ്റ്റ് ഇതൊന്ന് ഉരച്ച് കഴുകുക. അപ്പോൾ അതേ ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മളുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ഇവിടുത്തെ കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ സൈഡ് ഫസ്റ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് ഉപ്പ് എടുത്തിട്ട് അത് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ. കുറച്ച് ഉപ്പൊക്കെ പോയെന്ന് വെച്ചാൽ ഉപ്പിന് വലിയ പൈസയൊന്നുമില്ല. ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതിപ്പോൾ തിരിച്ചിടാൻ പറ്റാത്തത് കൊണ്ട് ഈ ഒരു സൈഡ് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡ് ചെയ്യാം. ഉപ്പ് പുരട്ടി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു നാരങ്ങേൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീര് ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് നന്നായിട്ട് അങ്ങ് ഉരച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നമ്മളുടെ സംഭവമൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് ആ ഒരു ചീത്ത മണമൊക്കെ ഉള്ളത് പോവും. അപ്പം ഇത് ആഴ്ചയിൽ ഒരിക്കലും എന്നുള്ള രീതിക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് കട്ടിംഗ് ബോർഡൊക്കെ നല്ല സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു നാരങ്ങ നീരില്ല, ഉപ്പ് ഉപയോഗിക്കുന്നതില്ലേ, ഇങ്ങനത്തെ മരത്തിൻ്റെ കട്ടിംഗ് ബോർഡിലാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ നമ്മളുടെ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡ് യൂസ് ആക്കുന്നുണ്ടാവില്ലേ. പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ
ഇതുപോലെ തന്നെ ഒരു സോപ്പിൻ്റെ വെള്ളം വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് തേച്ച് കഴുകിയ പോലെ കഴുകുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിനാഗിരിയില്ലേ, വിനാഗിരിയും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട്, കുറച്ച് വിനാഗിരിയും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട്, ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്കൊരു 3 സ്പൂണോളം വിനാഗിരി ഒഴിച്ചിട്ട് ആ ഒരു വിനാഗിരീൻ്റെ വെള്ളം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒഴിച്ചുവിടുക. നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡിൽ നമ്മൾ ഉപ്പ് വിതറിയതിന് പകരം ആ വിനാഗിരിയും വെള്ളത്തിൻ്റെയും ആ ഒരു മിക്സ് ഇങ്ങനെ തളിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ നാരങ്ങേൻ്റെ തൊണ്ട് യൂസ് ചെയ്തിട്ട് ഉടച്ച് കഴുകി കളഞ്ഞാൽ മതി. പിന്നെ കുറേ ഈ ഒരു ഹാക്ക് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടതാട്ടോ. പക്ഷെ അങ്ങനെയുള്ളവർ കൂടുതലും റെക്കമെൻഡ് ചെയ്യും. ഇപ്പം ഞാൻ എല്ലാത്തിനും ഈ ഒരു കട്ടിംഗ് ബോർഡ് തന്നെ, പച്ചക്കറി ആണെങ്കിലും ഇപ്പം ഇറച്ചി ചിക്കനൊക്കെ മുറിക്കുന്ന സമയത്താണെങ്കിലും ഈ ഒരു കട്ടിംഗ് ബോർഡ് തന്നെ ഞാൻ യൂസ് ആക്കുന്നത്. പക്ഷെ കുറച്ചും കൂടെ നല്ല എന്താ പറയുക, വൃത്തിയായിട്ട് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരൊക്കെ പ്രിഫർ ചെയ്യണത് പച്ചക്കറിക്ക് ഒരു കട്ടിംഗ് ബോർഡ്, ഫിഷ് മീറ്റ് അതിന് വേറെ കട്ടിംഗ് ബോർഡ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പം ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പിൻട്രസ്റ്റിൽ ഇങ്ങനെ നോക്കുന്ന കൂട്ടത്തിൽ ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 2 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ബസ്മതി അരി, ഈ ഒരു പാചകത്തോടു കൂടെ എൻ്റെ ബസ്മതിയുടെ ഉത്സവം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം മേടിച്ച ബസ്മതി അരി തീർന്നു. അപ്പോൾ ഇന്ന് പേരൊന്നുമില്ല, എന്തെങ്കിലും ഒരു സാധനം ഇത് വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് നമ്മുടെ അരി വേവാനിട്ടു. എനിക്ക് ഇതുണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ മട്ടരി വെക്കാൻ തോന്നണില്ല. അത് ടേസ്റ്റിൻ്റെ അല്ല, കൂടുതലും വേഗം പണി കഴിയുമല്ലോ, പെട്ടെന്ന് തന്നെ വേവും. 10-15 മിനിറ്റ് കൊണ്ട് നമ്മുടെ സംഭവങ്ങളൊക്കെ സെറ്റാവും. അപ്പം ഇനിയില്ല, ഇനി പുതിയ ബസ്മതി അരി മേടിച്ചിട്ട് വേണം. 1 കിലോയെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അത് ദേ ഇപ്പം കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് സംഭവം അങ്ങ് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ചുമ്മാ ഉണ്ടാക്കുന്നതാണ് കേട്ടോ, വലിയ അടിപൊളി റെസിപ്പിയൊന്നുമല്ല. നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമ്മളുടെ മുഴുവൻ മസാലകളില്ലേ, ബേ ലീവ്സ്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കുരുമുളക്, അങ്ങനെ ആ ഒരു മുഴുവൻ മസാലയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസ് കൂടെ ഞാനിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ 1 ക്യാരറ്റ് ഉണ്ട്, പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് മാഗീൻ്റെ. അപ്പം അതൊക്കെ വെച്ചിട്ട് പൈനാപ്പിൾ എസൻസ് ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു പുലാവെന്നോ പിന്നെന്താ വെജിറ്റബിൾ ബിരിയാണിന്നോ വെജിറ്റബിൾ റൈസെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മളുടെ മുഴുവൻ മസാലയൊക്കെ ഒന്ന് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു പകുതി സവാള, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, ഈ ഐറ്റംസ് എല്ലാം കൂടെ കുറച്ച് ഉപ്പിട്ടിട്ട് ഞാനൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഞാൻ എവിടെയും കണ്ടതൊന്നുമല്ല, നമ്മൾക്കറിയാമല്ലോ പുലാവ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്, ചിക്കൻ ഇങ്ങനെയാണ്. അപ്പം എല്ലാം കൂടെ ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സംഭവം. പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കിയാലും ഈ സാധനമൊക്കെ ടേസ്റ്റൊക്കെ ഉണ്ടാകും. ഇതൊക്കെ വെറുതെയാണ്. നമ്മൾ ഒരു കണക്കിനങ്ങ് നമ്മുടെ മസാലകളും കാര്യങ്ങളൊക്കെ കൂടി പോകാണ്ടിരുന്നാൽ മതി. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് അങ്ങനെ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത് ഉപ്പൊക്കെ ഇട്ടു. അതിനുശേഷം നമ്മുടെ മസാലകൾ ഞാൻ ഇടുകയാണ്. ഞാൻ എല്ലാ മസാല ഇടുന്നുണ്ട് കേട്ടോ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കറി മസാല തുടങ്ങിയ എല്ലാം. ഇതൊക്കെ എനിക്കൊരു കൈക്കണക്കാണ്. അപ്പം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ക്യാരറ്റ് ആയിരുന്നു കേട്ടോ. ആ ക്യാരറ്റ് കുരുകുരായിരുന്നത് എൻ്റെ ചോപ്പറൊക്കെ പണി മുടക്കി ഇരിക്കുകയാണ്. വലിയ രീതിയിൽ അതൊന്നും വർക്കാവണില്ല. അപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ അരിഞ്ഞത്. അങ്ങനെ കുറച്ച് ക്യാരറ്റ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് ഞാൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ സമയത്താണ് ഞാൻ കഴിഞ്ഞ ദിവസം ചിക്കൻ സ്റ്റോക്ക് മേടിച്ചത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിച്ചത്. അപ്പം അങ്ങനെയാണെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാമെന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം അതെ ചിക്കൻ ഇതെന്താണ് പൈനാപ്പിൾ എസൻസ് ഉണ്ട്. ക്രിസ്മസിന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയ സമയത്ത് മേടിച്ചതാണ്. പിന്നെ ഇതിന് തൊട്ട് നോക്കിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു വെജിറ്റബിൾ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് ഇച്ചിരി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പൈനാപ്പിൾ എസൻസും കൂടെ ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ സ്റ്റോക്ക് ഇട്ടു. ചിക്കൻ സ്റ്റോക്ക് 1 ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറൊക്കെ ഇട്ടു, മല്ലിയിലേക്ക് ഇട്ടു, സംഭവം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാണാനും നല്ല ലുക്കുണ്ട്, കഴിക്കാനും അതുപോലെ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം. അപ്പോൾ നമ്മളുടെ സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിനിപ്പം വെജിറ്റബിൾ പുലാവെന്നോ ബിരിയാണിന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വന്നത് നമ്മളുടെ മാഗീൻ്റെ ചിക്കൻ സ്റ്റോക്കില്ലേ, അതിടുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാനത് മാഗി സൂപ്പിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്.
അപ്പം ഒരെണ്ണത്തിൽ 2 കട്ട ഉണ്ടാവില്ല. അപ്പം ഒരു കട്ട ഞാൻ മാഗീൻ്റെ സൂപ്പിനിട്ടു, രണ്ടാമത്തത് ഞാൻ ഇതിലിട്ടു. എന്തായാലും സംഭവം സെറ്റായിട്ടുണ്ട്. നല്ല എളുപ്പമല്ലേ? ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, നമ്മളുടെ ചോറ് മട്ടരിയാണെങ്കിൽ അത് വേവാൻ തന്നെ കുറേ നേരെടുക്കും, അതിനാണെങ്കിൽ ചാറ് വേണം, ഒലത്ത് വേണം. ഇതാവുമ്പോൾ എന്താ, ഒരു സാലഡ് ഉണ്ടെങ്കിൽ സംഭവം സെറ്റാണ്. സാലഡൊന്നും വേണമെന്നില്ല. ഇപ്പം എനിക്ക് ഒരുപാട് അച്ചാർ ഇരിക്കുന്നുണ്ട്, പിന്നെ സാലഡ് ഞാൻ കൂട്ടും. കഴിഞ്ഞ ദിവസം നമ്മളുണ്ടാക്കിയ സാലഡ് ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയിലത്തേക്ക് വേറൊരു സാലഡും കൂടെ ഉണ്ടാക്കണം. ഏട്ടന് സാലഡൊക്കെ ഉണ്ടെങ്കിലാണെങ്കിൽ തൃപ്തിയാവാം. അപ്പം എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. എന്തായാലും സെറ്റായിട്ട് സംഭവം വന്നിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ കുറച്ച് എഡിറ്റിങ്ങിൻ്റെ പരിപാടി സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കിട്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെന്താ, അപ്പം അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.